ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പം ഇന്ന് നമുക്ക് രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ കണ്ടാലോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ മിനി വ്ലോഗായിട്ട് 50 ദിവസം ഇടാന്ന്. അപ്പം ഇതിന്റെ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന്. സമയം ഇപ്പോൾ ഒരു 8:30 8:45 ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുമണി നല്ല ഉറക്കാണ്. അങ്ങനെ ഞാൻ എണീറ്റ് മുടിയൊക്കെ ഒന്ന് ഒതുക്കി. നിങ്ങൾ കുഞ്ഞുമണിയെ കണ്ടോ, നല്ല ഉറക്കാണ്. ഞാൻ എണീറ്റിട്ട് നേരെ ചെന്ന് കുഞ്ഞുമണിക്ക് കഴിക്കാനുള്ള മുട്ട പുഴുങ്ങാനിട്ട്. കുഞ്ഞുമണിക്ക് ആദ്യം മുട്ടയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം പല്ല് വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായി. അപ്പൊ ഞാൻ ഇന്ന് ഒരു വെറൈറ്റിക്ക് പുറത്തിറങ്ങി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പല്ല് വെക്കാന്ന് വിചാരിച്ചത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട്. ആ കാണുന്ന അയ്യോ ഒന്നും ഞങ്ങളുടെ അല്ല കേട്ടോ. ഞങ്ങളുടെ ഇല്ലെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ താമസിക്കുന്ന വീട് ഞങ്ങളുടെ അല്ല, ഞങ്ങൾ റെന്റിന് താമസിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു മതിലുണ്ടായിരുന്നു, അത് മഴയൊക്കെ വന്നപ്പോഴത്തേക്കും ഇടിഞ്ഞു പൊടിഞ്ഞു വീണതാ. അപ്പൊ ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടൊക്കെ പല്ല് വെക്കാണ് ഇവിടെ. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. ഇത് അനിയൻ പരിസ്ഥിതി ദിനത്തിന്റെ അന്നായിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് നട്ടുപിടിപ്പിച്ച ഒരു ചെടിയാണ്. അതിനകത്ത് ദേ പൂ പിടിച്ചിരിക്കുന്നു. കുറച്ച് വലിയ ചെടിയായിരുന്നു ഇത്, പക്ഷേ മഴ പെയ്തപ്പോഴത്തേക്ക് ഇത് ഒടിഞ്ഞു പോയി. എന്നാലും അതിനകത്ത് പൂവൊക്കെ പിടിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കാവൽക്കാരി റോജി. ഇത് ഞങ്ങൾ വളർത്തിയ പട്ടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നപ്പോഴേ മുറ്റത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇവൾക്ക് ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത്. അന്ന് മുതൽ കൂടെ കൂടി സൗഹൃദമാണ്. ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു ഉപകാരമുണ്ട് കേട്ടോ. ഈ കോമ്പൗണ്ടിലോട്ട് ഒരാളെ പോലും കടത്തത്തില്ല. അതെന്തായാലും നമുക്ക് കിട്ടിയ നല്ലൊരു ഉപകാരമാണ്. അല്ലേലും ഈ മനുഷ്യരെക്കാട്ടിലും നല്ല സ്നേഹമുള്ള മൃഗങ്ങളാണ് പട്ടികൾ. അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ പോലും എന്തോരം സ്നേഹമാണ് നമ്മുടെ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും മിക്സറുമാണ് കേട്ടോ. ഞാൻ ആദ്യം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും, പിന്നീടാണ് ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കായിരുന്നപ്പോഴത്തേ വീണാമേന്നൊരു വിളി. ഇങ്ങനെയല്ലോട്ട് എന്നെ വിളിക്കുന്നത്. അവൾക്ക് എപ്പോഴും എന്തൊക്കെയാണ് തോന്നുന്നത് അപ്പോഴൊക്കെ വിളിക്കും കേട്ടോ. ചിലപ്പോൾ മമ്മീന്ന് വിളിക്കും, വീണാമേന്ന് വിളിക്കും, അമ്മേന്ന് വിളിക്കും. അങ്ങനെ എന്തായാലും പുള്ളിക്കാരൻ നല്ല മൂഡിലാണ് എണീറ്റത്. എണീറ്റപ്പോൾ തന്നെ എനിക്ക് ഹായ് ഒക്കെ പറഞ്ഞ് നല്ല ചിരിക്കുന്ന ഒരു വൈബിലായിരുന്നു. എന്തായാലും ഉറക്കത്തിൽ നിന്ന് എണീറ്റതല്ലേ, ആ മൂടോടെ നമ്മൾ എന്തായാലും എണീപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഞാൻ കുഞ്ഞുമണിയുടെ കൂടെ കിടന്ന് കുറച്ച് ഇക്കിളാക്കി കുറച്ച് നേരം കളിച്ച് പിച്ചയൊക്കെ ചെയ്ത്. എപ്പോഴും അങ്ങനെ കേട്ടോ, അതേപടി എണീപ്പിക്കത്തില്ല. അപ്പോൾ അവർക്കൊരു മൈൻഡൊക്കെ ഒരു മാതിരി ആയിരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് നേരം കളിപ്പിച്ചിട്ടാട്ടോ എണീറ്റത്. കുഞ്ഞുമണിയുടെ ഉടുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിനകത്ത് മൊത്തം മഷിയാണ്. ഇന്നലെ രാത്രി മൊത്തം ഇരുന്ന് കുത്തിവരെയായിരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം എണീറ്റ് കുഞ്ഞുമണീനെ പല്ലൊക്കെ തേപ്പിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞുമണി എണീറ്റാൽ പിന്നെ ആ വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നുപോകും. എനിക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ തുണിയൊക്കെ കഴുകി കുഞ്ഞുമണീനെ ദേ കുളിപ്പിച്ച് കൊണ്ടുവന്ന്. അപ്പൊ എന്താ പറയുന്നതെന്നല്ലേ, ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും പറയും ഉണ്ണിയാർച്ചയാ ഉണ്ണിയാർച്ചയാന്ന്. അതാണ് പറയുന്നത്. അതിനെ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ സ്റ്റോറി. കുളിപ്പിച്ച് ബോഡി ലോഷനൊക്കെ ഇട്ടതിന് ശേഷം കുഞ്ഞുമണിക്ക് ദേ കഞ്ഞി കൊടുക്കുക കേട്ടോ. കുഞ്ഞുമണിക്ക് നമ്മൾ വാരി കൊടുക്കണ്ട, പാത്രത്തിലാക്കി വെച്ചാൽ മതി. കുഞ്ഞുമണി തനിയെ വാരി കഴിച്ചോളൂ. അവൾക്ക് നല്ല ഇഷ്ടമാണ് കഞ്ഞി. അങ്ങനെ ദേ കഞ്ഞിയൊക്കെ കൊടുത്ത് കുറച്ചു നേരത്തെ കളിക്ക് ശേഷം കുഞ്ഞുമണീനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുവന്നേ. ഉറക്കാൻ കൊണ്ടുവന്നപ്പോഴോ ദേ ഇവിടെ മൊത്തം കുത്തിവരിക്കണം. മതിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കുഞ്ഞുമണി ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി ഉറക്കത്തിൽ നിന്ന് എണീറ്റതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. എണീറ്റപ്പോഴേ അടുത്ത് പെൻസിൽ ഉണ്ടായത് കാരണം അതെടുത്ത് കുത്തിവരയ്ക്കുകയാണ് പുള്ളിക്കാരി. സത്യം പറഞ്ഞാൽ ഇത് എന്റെ വ്ളോഗാണോ കുഞ്ഞുമണിയുടെ വ്ളോഗാണെന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇതിൽ കൂടുതലും കുഞ്ഞുമണിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാൻ. ടാറ്റാ.